പേര് സുരേഷ് കുമാർ. ഞാൻ മാമലശ്ശേരി ശ്രീരാമസ്വാമി ദേവസ്വം ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റും എറണാകുളം ജില്ലാ നാലമ്പല സമിതിയുടെ സെക്രട്ടറിയുമാണ്. എറണാകുളം ജില്ലയിൽ രാമമംഗലം എന്ന പ്രദേശത്തായിട്ട് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് ഈ നാലമ്പലത്തിലെ ക്ഷേത്രങ്ങൾ. ഇതിൽ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് മേമുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രത്തിലും മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും തൊഴുത് തിരികെ മാമലശ്ശേരി ശ്രീരാമസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശന ചക്രം പൂർണ്ണമാവുകയാണ്. ശ്രീരാമചന്ദ്രൻ മംഗല്യാസമേതനായി വസിച്ചിരുന്ന ദേശം അത് ശ്രീരാമമംഗലം എന്നറിയപ്പെട്ടിരുന്നു. ശ്രീരാമമംഗലം പിന്നീട് രാമമംഗലമായി എന്നാണ് വിശ്വാസം. മാരീചൻ എന്ന മാനിനെ ശ്രീരാമചന്ദ്രൻ നിഗ്രഹിച്ചു വീഴ്ത്തി മാൻ മലച്ച ചേരി മാമലശ്ശേരിയായെന്നും മാൻമലശ്ശേരി പിന്നീട് മാമലശ്ശേരിയായെന്നും കരുതുന്നു. ഈ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മാനാടി എന്ന പാടശേഖരവും ഈ ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തുകൂടി ഒഴുകുന്ന മൂവാറ്റുപുഴയാറിൻ്റെ മറുകരയിലായി സ്ഥിതി ചെയ്യുന്ന തിരുബലി മഹാദേവ ക്ഷേത്രവുമെല്ലാം ഈ വിശ്വാസത്തെ സാധൂകരിക്കുന്നവയാണ്. മൂന്നായി പിളർന്ന മാനിൻ്റെ മേൽഭാഗം വീണ സ്ഥലം മേമുറി എന്നും കീഴ്ഭാഗം വീണ സ്ഥലം കിഴുമുറി എന്നും പറയുന്നു. മേമുറിയിലാണ് സഹോദരൻ ഭരതസ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് തുടർന്ന് മേമുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രത്തിലും മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും മാമലശ്ശേരി നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും തൊഴുത് തിരികെ മാമലശ്ശേരി ശ്രീരാമസന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനം പൂർണ്ണമാകും. ഈ ക്ഷേത്രത്തിൽ തൊഴുത് മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം തൊഴുത് തിരികെ എത്തുമ്പോൾ 27 കിലോമീറ്ററാണ് എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിലേക്കുള്ള ദൂരപരിധി. ഇവിടെ ശ്രീരാമസ്വാമിക്ക് വെള്ളികൊണ്ട് അമ്പും വില്ലും സമർപ്പണം, പാൽപ്പായസം, ഒരു കുടം പാല്, ഉഷപ്പായസം, കൂട്ടുപായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ആഞ്ജനേയസ്വാമിക്ക് വെള്ളികൊണ്ടുള്ള ഗത സമർപ്പണം, വെറ്റിലമാല, വെറ്റില സമർപ്പണം, കുന്നിക്കുരു പറ, അവൽ നിവേദ്യം എന്നിവ പ്രധാന വഴിപാടുകളാണ്. കർക്കിടക മാസത്തിൽ രാവിലെ 4 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് ദർശന സൗകര്യമുള്ളത്. എല്ലാ ക്ഷേത്രങ്ങളും അതിനുശേഷമാണ് നടയടയ്ക്കുകയുള്ളൂ.